മഷി തീർന്ന മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ ചെടിയായി മുളയ്ക്കുന്ന വിത്തുപേനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. വിത്തുപേനകൾ ഉണ്ടാക്കുന്ന ഒരാളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇനി. ശരീരം പാതി തളർന്നെങ്കിലും മനക്കരുത്തുകൊണ്ട് ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന കോട്ടയം പേരൂർ സ്വദേശി ജയരാജ്. വിത്തുപേനകളുടെ വിൽപ്പന കുറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലാണ് ജയരാജ് ഇപ്പോൾ. ലെ ആ കറുത്ത ദിവസം ജയരാജിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഇങ്ങനെയായിരുന്നു. പനയോല വെട്ടാൻ കയറിയ ജയരാജ് പിടിവിട്ട് വീണത് ദുരിതത്തിന്റെ പടുകുഴിയിലേക്കായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് പാതി തളർന്ന ശരീരവുമായുള്ള ജീവിതം. 15 വർഷം പിന്നിടുമ്പോഴും തോറ്റുകൊടുക്കാൻ ജയരാജ് തയ്യാറല്ല. പനയോല വെട്ടാൻ ഒരാൾ വിളിച്ച് പോയതാ. ഞാൻ എല്ലാ കൂലിപ്പണിക്കും പോവായിരുന്നു. അങ്ങനെ പനയിന്ന് വീണ് നട്ടലിനും കഴുത്തിനും ഗുരുതരമായി പരിക്ക് പറ്റി. പുള്ളി അവിടെ മെഡിക്കൽ കോളേജ് ആക്കി വെച്ച് പുള്ളി പോകുമായിരുന്നു. 15 വർഷമായി. തന്നാൽ കഴിയുന്നത് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം യാദൃശികമായിരുന്നില്ല. വിത്തുപേന എന്ന ആശയം അവിടെ നിന്ന് പിറവിയെടുത്തു. യൂട്യൂബിൽ നോക്കി എല്ലാം തനിയെ പഠിച്ചു. അങ്ങനെ ജയരാജിന്റെ കൈകളിലൂടെ മനോഹരമായ വിത്തുപേനകൾ പിറവിയെടുത്തു. ഒത്തിരി ഇഷ്ടപ്പെട്ടു പലർക്കും. പക്ഷേ സ്കൂളുകളിലേക്ക് ഇത് എത്തിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയാണ്. അവർ ഗതികേടിലാണ് ഇപ്പം. ഒരു വർഷം ഒരു കുട്ടിക്ക് 25 പേനയോളം ചെലവ് വരുന്നുണ്ട്. നമ്മളേന്ന് ഒരു 10 വാങ്ങിയാൽ മതി. പേനകൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ വാങ്ങാൻ ആവശ്യക്കാർ എത്താതായതോടെ പ്രതീക്ഷകൾ മങ്ങി. ഒരു മുച്ചക്ര വാഹനമുണ്ടെങ്കിൽ ആവശ്യക്കാരുടെ കയ്യിൽ താൻ തന്നെ പേനകൾ എത്തിക്കാമെന്നാണ് ജയരാജ് പറയുന്നത്. ഇതൊന്ന് സ്കൂളുകളിൽ എത്തിക്കാൻ ഒരു മുച്ചക്രം കിട്ടുവാണെങ്കിൽ അതും ഉപകാരമായിരുന്നു. രാവിലെ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് മുമ്പെങ്കിലും അടുത്തുള്ള സ്കൂളുകളിൽ കൊണ്ടുപോയി കാണിച്ച അധ്യാപകരോ അല്ലെങ്കിൽ അവിടുത്തെ സംഘടനകളൊക്കെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഇന്നലെ മേടിക്കാവുന്ന ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൊടുക്കാം. സ്വന്തമായൊരു വീടെന്നതും സ്വപ്നമായി അവശേഷിക്കുകയാണ്. വീട് പണി തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ നിലച്ചു. ഇപ്പോൾ ഭാര്യയുടെ തറവാട്ട് വീട്ടിലെ ഈ ചായ്പിലാണ് താമസം. ശരീരം പാതി തളർന്നെങ്കിലും ജീവിതത്തിൽ തോൽക്കാൻ ജയരാജ് തയ്യാറല്ല. എന്തും ചെയ്യാനുള്ള കട്ടിയുള്ളൊരു മനസ്സ് ജയരാജിന് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് സന്മനസ്സുള്ളവരുടെ സഹായങ്ങളാണ്. കോട്ടയത്ത് നിന്ന് സതീഷിനൊപ്പം ടോബി ജോൺസൺ, 24.